Hi guys, welcome back my YouTube channel. This is Chaitanya Purushothaman. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോന് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി അതും കൂടി എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്നത്തേതും പോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുന്നത് ബിസിനസ്സിൻ്റെ കൺസെപ്റ്റ്, അതായത് നേച്ചർ ആൻഡ് കൺസെപ്റ്റ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബിസിനസ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് മോട്ടീവ്, അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൺസിഡർ ചെയ്ത് പ്രോഫിറ്റിന് വേണ്ടി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെ ആണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പം പ്രൊഡക്ഷൻ, അതായത് ഒരു സാധനം പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ച് അത് വിൽക്കുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ്, അതായത് സെയിൽസ് കിട്ടുന്നതിലൂടെ പ്രോഫിറ്റ് കിട്ടും ഒരു ബിസിനസ് സ്ഥാപനത്തിന്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൺസിഡർ ചെയ്ത് പ്രധാന ലക്ഷ്യം കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൺസിഡർ ചെയ്യുകയും അതിലൂടെ പ്രോഫിറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നടത്തുന്ന ആക്ടിവിറ്റീസിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇന്ന് ബിസിനസ് ഇല്ലാതെ നമുക്ക് ഒന്നും തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ലോകം എന്ന് പറയുന്നത് ബിസിനസ്സിലൂടെ ചലിക്കുന്ന ഒരു ലോകമാണ്. എവിടെ നോക്കിയാലും ഇന്ന് ബിസിനസ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഏത് കാര്യങ്ങൾക്ക് പോലും ബിസിനസ്സിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രോഫിറ്റ് മോട്ടീവാണ് എന്ന് പറയുന്നത്. അതിലൂടെ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് മോട്ടീവിൻ്റെ ഒരു ലക്ഷ്യം മുൻഗണന വെച്ചുകൊണ്ട് നടത്തുന്ന ആക്ടിവിറ്റീസ് ആണ് ബിസിനസ്സിൻ്റെ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് അടുത്തതായി പറയുന്നത്. ഒന്നാമതായി പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി, അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന, അതായത് പ്രോഫിറ്റിന് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒന്നിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹത്തിനോ അല്ലെങ്കിൽ ഇമോഷൻസിനല്ല അവിടെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അത് പർച്ചേസ്, അതുപോലെ സെയിൽസ്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വരുമാനം, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം അവിടെ ലവ്, എഫെക്ഷൻ, സിമ്പതി ഇതുപോലുള്ള ഇമോഷൻസ്, മാനുഷിക മൂല്യങ്ങൾക്ക് അവിടെ ഒരു പ്രാധാന്യവുമില്ല. പ്രാധാന്യം മീൻസ് അത് കൊടുക്കുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ മെയിനായിട്ട് ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനാണ്, മണി ഏണിങ്ങിലാണ് പ്രധാനമായിട്ടും അവർ മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അതായത് ഒരു സ്ഥാപനം ഉപയോക്താക്കൾക്ക് അല്ലെങ്കിൽ കൺസ്യൂമറിന് ഒരു സാധനം കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ, മെറ്റീരിയൽസ് വാങ്ങിച്ച് അതിന് വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കി ഒരു സാധനം വിൽക്കുകയോ ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന വ്യക്തികളിൽ നിന്നും ആ പ്രൊഡക്റ്റ് ശേഖരിച്ച് ജനങ്ങൾക്ക് വിൽക്കുകയോ ചെയ്യുന്നതിലൂടെ ലാഭം കണ്ടെത്തുന്നതും എന്താണ്
ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സായിട്ട് കണക്കാക്കാറുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമബിൾ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസിനായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ഷുഗർ, ഗീ, പെൻ, ഇതൊക്കെ എന്താണ് കൺസംഷൻ ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ കൺസംഷൻ ഐറ്റംസ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ് മെഷീനറി, ഫർണിച്ചർ പോലുള്ള സംഭവങ്ങൾ. ഇനി എന്താ പറയുക സർവീസുകൾ, അതായത് കൺസ്യൂമർക്ക് സർവീസുകൾ കൊടുക്കുന്നുണ്ടാവും. അതിപ്പം ടെലിഫോൺ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ എന്താണ് സർവീസുകളിൽ പെടുന്ന സംഭവമാണ്. ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ സർവീസുകളാണ് കൺസ്യൂമർക്ക്. അപ്പം ഇതിലൂടെയും ഒരു പ്രോഫിറ്റ് മോട്ടീവ് കാണുന്നുണ്ട് ബിസിനസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അതും എന്താണ് ബിസിനസ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കണക്കാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് മൂന്നാമത്തേതെന്ന് പറയുന്നത് സെയിൽസ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് പ്രത്യക്ഷമായിട്ടോ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ സാധനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസുകൾ പ്രതിഫലിക്കുന്ന, അതായത് പ്രോഫിറ്റ് മോട്ടീവായിട്ട് കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് അത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഫുഡ് പാകം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലൊരു ബിസിനസ് ആയിരിക്കില്ല. നേരെ മറിച്ച് അത് നമ്മൾ ആ ഫുഡ് പാകം ചെയ്ത് അത് ഹോട്ടലിൽ മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയാണെങ്കിൽ അതൊരു ബിസിനസ്സായിട്ട് മാറും. അതാണ് അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, സാധനങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ ഗുഡ്സും സർവീസുകളും കൈമാറ്റം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, ഒരു പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ കൈമാറുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരും. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്, അതായത് നമ്മൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ബിസിനസ് അല്ല. നേരെ മറിച്ച് നമ്മൾ പാകം ചെയ്ത ഭക്ഷണം മറ്റുള്ളവർക്ക്, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ്സായിട്ട് മാറും. അടുത്ത പോയിൻ്റാണ് ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ എ റെഗുലർ ബേസിസ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, നമ്മളുടെ ആസ്തി, നമുക്ക് സ്വന്തമായ ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ബിസിനസ് ആവില്ല. പക്ഷെ അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ അതൊരു ബിസിനസ് അല്ല. നേരെ മറിച്ച് നമ്മുടെ ഏതെങ്കിലും അസറ്റുകൾ വീണ്ടും നമ്മൾ വിറ്റുകൊണ്ടേ ഇരുന്നിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതുപോലെ പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമ്മളുടെ അസറ്റ് എന്തെങ്കിലും വിൽക്കുകയോ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ബിസിനസ്സായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്നല്ല, മാറും. അതൊരു ബിസിനസ്സായിട്ട് മാറും. അതാണ് സംഭവം. നമ്മൾ സ്വന്തമായ ഒരു ആസ്തി, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായ ഒരു അസറ്റ് ഒരു തവണ വിറ്റ് അതിൽ നമുക്ക് പൈസ കിട്ടി അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടി നമ്മൾ പിന്നെ അത് മതിയാക്കിയെന്ന് വിചാരിക്കാം, അതൊരു ബിസിനസ് ആയിരിക്കില്ല. നേരെ മറിച്ച് നമ്മൾ സ്ഥിരമായി നമ്മുടെ ആസ്തികൾ വിറ്റിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ബിസിനസ് ആക്ടിവിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് പ്രോഫിറ്റ് ഏർണിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നത് പ്രോഫിറ്റിനെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. ദ മെയിൻ പർപ്പസ് ഓഫ് പ്രോഫിറ്റ് ഏർണിംഗ്. എല്ലാ സ്ഥാപനങ്ങളുടെയും മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏർണിംഗ് ആണ്. അതില്ലാതെ ഒരു സ്ഥാപനങ്ങൾക്കും നിലനിൽക്കാൻ പറ്റില്ല. എങ്ങനെയായാലും മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നാണ്. അതായത് സെയിൽസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് റെഡ്യൂസ്, അതായത് സാധനങ്ങളുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത്
മാക്സിമം സെയിൽസിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് ഏതൊരു ബിസിനസ് സ്ഥാപനങ്ങളും ശ്രമിക്കുക. അപ്പോൾ പ്രോഫിറ്റ് ഏർണിംഗ് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എന്ന് നമുക്ക് പറയാം. ദെൻ അടുത്തതായി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസർട്ടിനിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ്, ബിസിനസ്സിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സാണ് അൺസർട്ടിനിറ്റി എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൽ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഓരോ പീരീഡിലും ചിലപ്പോൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല എന്ത് സംഭവിക്കും എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവചിക്കാൻ കഴിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കിൻ്റെ പുറത്ത് ഒരു കൊല്ലം ചിലപ്പോൾ എന്ത് ചെയ്യാം, പ്രോഫിറ്റുകൾ കുറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കാം, പ്രോഫിറ്റ് ആ ഒരു വർഷം നമുക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞിട്ട് ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അൺസർട്ടിനിറ്റിയാണ് ബിസിനസ്സിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് റിസ്ക് ആണ് അടുത്തതായി പറയുന്നത്. അതായത് റിസ്കിൻ്റെ സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും പ്രവചിക്കാനും പറ്റില്ല. മറ്റൊരു കാര്യമാണ് റിസ്കിൻ്റെ കാര്യം. അതായത് ബിസിനസ്സിൽ ഓരോ സമയത്തും അതായത് ഇൻഫർമേഷൻ ടെക്നോളജീസും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ ബിസിനസ്സിനുള്ളിലത്തെ മാനേജേഴ്സും എംപ്ലോയീസും അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു റിസ്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നതും അൺസർട്ടിനിറ്റി, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലോസ്, ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പം എക്സ്പ്ലോയിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ലോസുകൾ വന്നു കഴിഞ്ഞാലും റിസ്ക് തന്നെയാണ് അതൊക്കെ. അപ്പോൾ ഇത്രയുമാണ് ബിസിനസ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ഓഫ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബിസിനസ്, രണ്ടാമത്തെ പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇത് മൂന്നും എന്താണെന്ന് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്തതായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, അതായത് ബിസിനസ് ആക്ടിവിറ്റീസ് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. പ്രൊഡക്ഷൻ, അതുപോലെ റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ്, അതുപോലെ അവരുടെ ഫാഷൻ, ഇതെല്ലാം എപ്പോഴും ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഒരേ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരേ താല്പര്യങ്ങളോടുകൂടി ഒരിക്കലും എന്തുണ്ടാവില്ല, കസ്റ്റമേഴ്സിന് ജീവിക്കാൻ കഴിയില്ല. കസ്റ്റമേഴ്സിന് വെച്ചാൽ നമ്മൾ ജനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അത് മാറിക്കൊണ്ടേയിരിക്കും. അത് കാലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നതോടുകൂടി അതിന് മാറ്റങ്ങൾ, ടേസ്റ്റുകളും എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് റിസ്കുകളുണ്ട്. ഈ ഇൻഡസ്ട്രി രംഗത്ത് ഒരുപാട് റിസ്കുകളുണ്ട്. ഒന്ന് വെച്ചാൽ ഫയർ ഉണ്ടാവാം, തെഫ്റ്റ് അതായത് മോഷണങ്ങൾ ഉണ്ടാവാം. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന കോമ്പറ്റീഷൻ സൈഡിൽ നിന്നും അവർക്ക് ഒരുപാട് പ്രഷേഴ്സ് ഉണ്ടാവാം. അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ്, അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതൊക്കെ ഈ ഒരു ഇൻഡസ്ട്രി ലെവലിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രി ലെവൽ എന്ന് പറയുന്നത്. നേരെ മറിച്ച് കൊമേഴ്സിലാണെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഗുഡ്സും സർവീസുകളും എക്സ്ചേഞ്ച് ചെയ്യുക മാത്രമാണ് അതിൽ ചെയ്യുന്നത്. അതാണ് കൊമേഴ്സ് ഡീൽ ചെയ്യുന്ന ആക്ടിവിറ്റി, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഫെസിലിറ്റേറ്റിംഗ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണ് അതിൽ ഡീൽ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ബിസിനസ് രംഗത്തിലുള്ള ആക്ടിവിറ്റീസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്, ഈ മൂന്ന് സംഭവങ്ങളും
ങ്ങളുടെയും പ്രത്യേകതകൾ അല്ലെങ്കിൽ അത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഒന്നാമതായി നമുക്ക് വരുന്ന ബേസിസ് എന്ന് പറയുമ്പോൾ മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്, ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഒന്നാമതായി പറയുന്നത്. ബിസിനസ് ആണെങ്കിൽ എൻ്റർപ്രണേഴ്സ് ഡിസിഷൻ ആൻഡ് അതേഴ്സ് ലീഗൽ ഫോർമാലിറ്റീസ് ഇഫ് നെസറി. ബിസിനസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ എൻ്റർപ്രണർ ഡിസിഷൻ, അതായത് തീരുമാനങ്ങൾ എടുക്കും. ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, അതായത് ബിസിനസ് തുടങ്ങാനുള്ള ലീഗൽ ഫോർമാലിറ്റീസ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാവുന്നതാണ്. പ്രൊഫഷണൽ ആണെങ്കിൽ മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. ഈ പ്രൊഫഷണൽ എന്ന് പറയുന്നത്, പ്രൊഫഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡോക്ടേഴ്സ് പോലുള്ള വ്യക്തികളെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ, ലോയർ, ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. കാരണം അവർക്ക് എന്താണ് പ്രത്യേകം ഒരു സംഘടന ഉണ്ടാവും. ഡോക്ടേഴ്സിനൊരു സംഘടനയുണ്ട്, ലോയേഴ്സിനൊരു സംഘടനയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനയിൽ അംഗങ്ങളായിരിക്കണം. അതിനൊരു സർട്ടിഫിക്കറ്റ്, അവരുടെ പ്രാക്ടീസിന് അവരുടെ നോളേജിനനുസരിച്ചുള്ളൊരു സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. ഇത്രയും ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊഫഷണലായിട്ട് അവർക്ക് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഡോക്ടറായിട്ട് തുടങ്ങുന്ന പോലെ തന്നെ തുടങ്ങാം. അതുപോലെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്താണ് അപ്പോയിൻമെൻറ്റ് ലെറ്ററും സർവീസ് എഗ്രിമെൻറ്റും, അതാണ് അവർക്ക് വേണ്ടത്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ, എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ, തൊഴിൽ ഉള്ളൊരു സംഭവമാണ് എംപ്ലോയ്മെൻറ്റ്. അവർക്ക് വേണ്ടത് എന്ന് പറയുന്നത് എന്താണ് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററും സർവീസ് എഗ്രിമെൻറ്റും മാത്രമാണ്. അടുത്ത ബേസിക് എന്ന് പറയുന്നത് എന്താണ് നേച്ചർ ഓഫ് വർക്ക്. അവരുടെ വർക്കുകൾ, 3 പേരുടെയും വർക്കുകൾ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ബിസിനസ് ആണെങ്കിൽ പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു ദ പബ്ലിക്, അതായത് പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഗുഡ്സും സർവീസുകളും കൊടുക്കുക, അതാണ് അവരുടെ വർക്ക്. ബിസിനസ്സിൻ്റെ വർക്ക് അതാണ്. ദെൻ പ്രൊഫഷണൽ ആണെങ്കിൽ എന്താണ് റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് എക്സ്പേർട്ട് സർവീസ്. ഇപ്പം ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് സർവീസുകൾ കൊടുക്കുക. നമ്മൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവർ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ ചികിത്സ നമുക്ക് സേവനമായിട്ട് തരുന്നു. അതാണ് അവരുടെ ഒരു വർക്ക് എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്നത് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് പെർഫോമിങ് വർക്ക് ആസ് പെർ സർവീസ് കോൺട്രാക്ട് ഓർ റൂൾസ് ഓഫ് സർവീസ്. അതായത് ഒരു കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ റൂൾസിൻ്റെ അടിസ്ഥാനത്തിലോ വർക്ക് ചെയ്യുക, അതാണ് അവരുടെ ഒരു വർക്കിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നോ മിനിമം ക്വാളിഫിക്കേഷൻ ഓഫ് നെസറി. അങ്ങനെ ബിസിനസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും ഇത്ര വരെ പഠിക്കണം എന്നൊന്നും അതിലില്ല ബിസിനസ്സിൽ. പക്ഷെ പ്രൊഫഷനാണ് ക്വാളിഫിക്കേഷൻ, എക്സ്പെർട്ടൈസ് ആൻഡ് ട്രെയിനിങ് ഇൻ സ്പെസിഫിക് ഫീൽഡ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ പ്രൊഫഷണൽ ബോഡി ഈസ് എ മസ്റ്റ്. അതായത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം, പിന്നെന്താണ് എക്സ്പെർട്ടൈസ് ആയിരിക്കണം, പിന്നെന്താ ട്രെയിനിങ് കിട്ടിയിരിക്കണം. ഒരു പ്രത്യേക അവർ ഏത് ഫീൽഡിലാണോ അവർ പഠിച്ചിരിക്കുന്നത് ആ ഫീൽഡിലുള്ള പ്രത്യേക ട്രെയിനിങ്ങും അവരുടെ ഒരു ബോഡിയിലത്തെ പ്രൊഫഷണലും ആയിരിക്കണം അവരെന്നാണ് പറയുന്നത്. പ്രൊഫഷണലിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. എന്തായാലും ക്വാളിഫിക്കേഷൻസ് ഉറപ്പായിട്ടും വേണം, എക്സ്പെർട്ടൈസ് ആയിരിക്കണം, ട്രെയിനിങ് ആയിരിക്കണം, ആ പ്രത്യേക ഫീൽഡ് ഏതിലാണോ അവരുടെ എഡ്യൂക്കേഷൻ ചെയ്തിരിക്കുന്നത് ആ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം അവർ. അപ്പം ഇത്രയും പ്രത്യേകതകളാണ് പ്രൊഫഷനിലുള്ളത്. എംപ്ലോയ്മെൻറ്റിലാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയർ എന്ത് ക്വാളിഫിക്കേഷനാണോ നൽകുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നൊരു ഈ ജോലിക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ എന്ന് പറയുമല്ലോ എംപ്ലോയർ, അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ മാത്രമേ അവർക്ക് വേണ്ടൂ. പിന്നെന്താണ് കുറച്ച് ട്രെയിനിങ്ങും അത് മാത്രമേ അവർക്ക് വേണ്ടൂ എംപ്ലോയ്മെൻറ്റിന്. പിന്നെന്താണ് റിവാർഡ് ഓർ റിട്ടേൺ. അതായത് എന്താണ് റിവാർഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്, അവർക്ക് ചെയ്തതിന് പ്രതിഫലം കിട്ടുന്നത് എന്താണ്, അത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിലാണെങ്കിൽ പ്രോഫിറ്റാണ് കിട്ടുക. പ്രൊഫഷണൽ ആണെങ്കിൽ എന്താണ് പ്രൊഫഷണൽ ഫീസ്,
മറ്റേ എംപ്ലോയ്മെൻറ്റിലാണെങ്കിൽ സാലറി ഓർ വേജസ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ. ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ് നടത്തിയിട്ട് തിരിച്ച് നമ്മൾ ഒരു ഇയറിൽ കിട്ടുന്ന പ്രോഫിറ്റ്. പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്ന് പറയുമ്പം പ്രൊഫഷണൽ ഫീസ്, അതായത് ഡോക്ടേഴ്സിന് നമ്മൾ ഫീസൊക്കെ ആയിട്ടാണല്ലോ കൊടുക്കാറ്, അല്ലെങ്കിൽ ശമ്പളമായിട്ടല്ലല്ലോ, ഫീസായിട്ടാണ് അവർക്ക് കൊടുക്കാറ്. എംപ്ലോയ്മെൻറ്റിനാണെങ്കിൽ അവർ വേജസ് അല്ലെങ്കിൽ സാലറി ഇതായിട്ടാണ് കൊടുക്കാറ്. അടുത്തത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മൂലധന നിക്ഷേപം, അതാണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിലാണെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ആസ് പെർ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് നേച്ചറും അതിലൂടെ സൈസും അതനുസരിച്ചിട്ടാണ് അതിൽ എത്രമാത്രം ക്യാപിറ്റൽ ഇൻക്ലൂഡഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. പ്രൊഫഷനാണ് ലിമിറ്റഡ് ക്യാപിറ്റൽ നീഡഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അത് ലിമിറ്റായിട്ടുള്ള, അതായത് അവർക്ക് വേണ്ട, അതായത് ഒരു ഡോക്ടേഴ്സിനൊരു എന്താ പറയുക, ഒരു ചെറിയൊരു രീതിയിലുള്ള മാത്രമേ വേണ്ടുവെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ അതിന് വേണ്ടു. പിന്നെ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഒന്നും ആവശ്യമില്ല. അതാണ് എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രത്യേകത. അടുത്തത് പറയുന്നത് റിസ്ക് ആണ്. റിസ്ക് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആർ, അതായത് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എന്താണ്, പ്രോഫിറ്റ് ആർ അൺസർട്ടൈൻ ആൻഡ് ഇറഗുലർ റിസ്ക് ഈസ് പ്രസൻറ്റ്. അതായത് പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അൺസർട്ടനിറ്റിയാണ്, അറിയില്ല. പക്ഷെ റിസ്ക് എന്താണ്, എപ്പോഴും ബിസിനസ്സിലുള്ളൊരു സംഭവമാണ്, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്. അടുത്തത് പ്രൊഫഷണൽ. അവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഫീ ഈസ് ജനറലി റെഗുലർ ആൻഡ് സെർട്ടൈൻ സം റിസ്ക്. ഫീ എന്ന് പറയുന്നത് എപ്പോഴും ഉള്ള അവർക്ക് എന്തായാലും കൊടുക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ റിസ്ക് ചില സമയങ്ങളിൽ ഉണ്ടാകാം. റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ചില സമയങ്ങളിൽ ഉണ്ടാകാം. ദെൻ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്, ഫിക്സഡ് ആൻഡ് റെഗുലർ പേ, നോ ഓർ ലിറ്റിൽ റിസ്ക്. റിസ്ക് ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചുണ്ടാകാം, അങ്ങനത്തെ ഒരു അവസ്ഥ. ചിലപ്പോൾ ഇല്ലാതിരിക്കാം. റിസ്കിൻ്റെ അവസ്ഥ അങ്ങനെയാണ്, ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ചുണ്ടാകാം. പക്ഷേ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് അവർക്ക് കിട്ടിയിരിക്കും എംപ്ലോയ്മെൻറ്റിന്. അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഏഴാമത്തതായിട്ട് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. അതായത് അവകാശങ്ങൾ അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നത് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പറയുന്നത് ട്രാൻസ്ഫർ പോസിബിൾ വിത്ത് സം ഫോർമാലിറ്റീസ്. നമുക്കിപ്പോൾ ഒരാളുടെ അച്ഛൻ, ഒരു വ്യക്തിയുടെ അച്ഛൻ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് വയസ്സായി കഴിഞ്ഞാൽ അയാളുടെ മകന് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഫോർമാലിറ്റീസിൻ്റെ പ്രകാരം എന്ത് ചെയ്യുക, ഫോർമാലിറ്റീസൊക്കെ അംഗീകരിച്ച് മകന് എന്ത് ചെയ്യുക, ബിസിനസ് ഏൽപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ലീഗലായിട്ടുള്ള ഫോർമാലിറ്റീസും എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മകൻ എന്ത് ചെയ്യുക, ആ ബിസിനസ് സ്ഥാപനം ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ പ്രൊഫഷണലിൻ്റെ കാര്യത്തിൽ എന്താണ്, നോട്ട് പോസിബിൾ, ഒരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താണ്, ഡോക്ടറുടെ മകൻ ഡോക്ടർ തന്നെ ആയാലല്ലേ ആ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഇത് മകനെ ഏൽപ്പിക്കാൻ പറ്റൂ. പക്ഷെ ഡോക്ടർ ആവണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രൊഫഷനെ, ആ ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടായാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാവണം നിർബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രൊഫഷണൽ രംഗത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെയാണ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യവും. ആ ഒരു തൊഴിൽ, പ്രത്യേക ഒരു തൊഴിൽ ചെയ്യണമെങ്കിൽ മറ്റൊരാൾക്ക് പറ്റില്ല, ഏൽപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് പറ്റില്ല. അപ്പോൾ എന്താണ്, അതും പോസിബിൾ അല്ല, നോട്ട് പോസിബിൾ ആണ്. അടുത്തത് കോഡ് ഓഫ് കണ്ടക്റ്റ്. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നോ കോഡ് ഓഫ് കണ്ടക്റ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ്. അതുപോലെ തന്നെ പ്രൊഫഷണലിൻ്റെ കാര്യത്തിൽ പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഈസ് ടു ബി ഫോളോവഡ്. ഒരു നിയമങ്ങൾ എന്ത് ചെയ്യണം, അനുസരിച്ചുകൊണ്ടേ ഇരിക്കണം. അടുത്തത് പറയുന്നത് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യമാണ്. നോംസ് ഓഫ് ബിഹേവിയർ ലൈ ഡൗൺ ബൈ ദ എംപ്ലോയർ ആർ ടു ബി ഫോളോവഡ്.
എന്താണ് ബിഹേവിയറും കാര്യങ്ങളും എല്ലാം പറയുന്ന പോലെ രീതിയിൽ എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്ന എക്സാമ്പിളാണ് പറയുന്നത്. എക്സാമ്പിളായി പറയുന്നത് ബിസിനസ്സിൻ്റെ എക്സാമ്പിൾ ഷോപ്പ്, അതുപോലെ ഫാക്ടറി, ഇതൊക്കെ ബിസിനസ്സിൻ്റെ എക്സാമ്പിൾ. അതൊരു ബിസിനസ്സാണല്ലോ. അതുപോലെ പ്രൊഫഷണലിൻ്റെ കാര്യത്തിൽ പറയുന്നത് എന്താണ്, ലീഗല്, അതുപോലെ മെഡിക്കൽ പ്രൊഫഷൻ, ചാർട്ടേഡ് അക്കൗണ്ടൻസി, ഇതൊക്കെയാണ് എന്ത് പ്രൊഫഷൻ. അതൊരു അവർക്കായിട്ട് തന്നെ ഒരു സംഘടനയുണ്ട്. ഇപ്പം മെഡിക്കൽ ഞാൻ പറഞ്ഞു ഡോക്ടേഴ്സിന് ഒരു സംഘടനയുണ്ട്. ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടിന് ഒരു സംഘടനയുണ്ട്. അപ്പോൾ ആ സംഘടനയിൽ അംഗം ആയിരിക്കണം, എങ്കിൽ മാത്രമേ എന്തുള്ളൂ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്ത എംപ്ലോയ്മെൻറ്റ് ആണ് ജോബ് ഇൻ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇതൊക്കെയാണ് ഇതിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഇത്രയാണ് ബിസിനസ്, അതുപോലെ പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊന്നാണ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞു. പിന്നെ ഇൻഡസ്ട്രീനെ തന്നെ പല രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. അതാണ് ഒന്ന് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രാഥമിക ഇൻഡസ്ട്രീസ് എന്നെല്ലാം പറയാറില്ലേ. അതായത് പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനെയാണ് എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നാച്ചുറൽ റിസോഴ്സസ് ആണ് ഇതിന്. നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ച് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതായത് എന്താണ് പ്ലാന്റ്സ് അതുപോലുള്ളതാണല്ലോ നേച്ചറായിട്ട് വരുന്നത്. അതാണ് പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അടുത്തത് ഈ പ്രൈമറി ഇൻഡസ്ട്രിയിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. അതാണ് ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ദീസ് ഇൻഡസ്ട്രീസ് എക്സ്ട്രാക്ട് ഓർ ഡ്രോ പ്രൊഡക്റ്റ് നാച്ചുറൽ റിസോഴ്സസ്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് സപ്ലൈ സം ബേസിക് റോ മെറ്റീരിയൽ, മോസ്റ്റ്ലി പ്രൊഡക്റ്റ് ജിയോഗ്രാഫിക്കൽ ഓർ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അതായത് ഈ പറയുന്ന പോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പം മത്സ്യബന്ധനം ചെയ്ത് മത്സ്യത്തെ ഉപയോഗിച്ച് എന്ത് ചെയ്തു ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാം. അതാണ് എന്ത് പറയുന്നത്. അതുപോലെ മത്സ്യബന്ധനം, അതുപോലെ തന്നെ എന്താണ് മൈനിങ്, ഹണ്ടിങ്, ഫിഷിങ്, ഇതൊക്കെയാണ് അതിൽ പെടുന്നത്. അതാണ് എക്സ്ട്രാക്റ്റീവ് എന്ന് പറയുന്നത്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങളായിട്ട് ഫാർമിങ്, മൈനിങ്, ഹണ്ടിങ്, ഫിഷിങ്, ഹമ്പറിങ്, അതുപോലെ ഫിഷിങ് ഓപ്പറേഷൻസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. രണ്ടാമത് പ്രൈമറി ഇൻഡസ്ട്രിയിലത്തെ രണ്ടാമത്തെ തരംതിരിക്കലാണ് ജെനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് ഈ സോയില്, അതുപോലെ അതൊക്കെ ഉപയോഗിച്ചിട്ട് മണ്ണ്, ജലം, വായു, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു മനുഷ്യരാശിക്ക് ഉപകാരമുള്ള രീതിയിലുള്ള ഉൽപാദനങ്ങൾ ഉണ്ടാക്കുക. അതിനെയാണ് എന്ത് പറയുന്നത് ജെനറ്റിക്. അതായത് സസ്യങ്ങളുടെയും അതുപോലെ ജന്തുക്കളുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊഡക്ഷനെയാണ് എന്ത് പറയുന്നത് ജെനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അത് ഉദാഹരണമായി നമ്മൾ കോഴി ഫാമിങ്, പോൾട്രി ഫാംസ്, അങ്ങനെയുള്ള ഫാംസ്, ബ്രീഡിങ് ഫാംസ്, ഇതൊക്കെയാണ് അതിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. അതായത് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും വളർച്ചയ്ക്കും അതിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രീസാണ് എന്ത് പറയുന്നത് ജെനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് പ്രൈമറി ഇൻഡസ്ട്രി കഴിഞ്ഞു, അതിലത്തെ രണ്ടെണ്ണമാണ് എക്സ്ട്രാക്റ്റീവും ജെനറ്റിക്കും എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആണ്. സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് നമ്മൾ പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രാഥമിക ഇൻഡസ്ട്രിയിലത്തെ
മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് വ്യവസായപരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ടാവും. അതിനെയാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നത് മൈനിങ് ഓഫ് അയേൺ ഓർ ഈസ് പ്രൈമറി ഇൻഡസ്ട്രീസ്. അതായത് ഇരുമ്പയിരിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. അതായത് ഇരുമ്പ് നമുക്ക് കിട്ടുന്നത് പ്രകൃതി, ഇരുമ്പയിര് കിട്ടുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്നാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യാവസായികമായിട്ട് അതിനെ കൊണ്ടുപോയി എന്ത് ചെയ്തു, ഇരുമ്പാക്കി മാറ്റുന്നു. ആ പ്രക്രിയ, അതായത് പ്രാഥമിക മേഖലയിൽ നിന്നും കിട്ടുന്ന റിസോഴ്സസിനെ എന്ത് ചെയ്യും, വ്യവസായവൽക്കരിച്ചിട്ട് പുതിയൊരു ഉൽപ്പന്നമാക്കി മാറ്റുന്നു. അതാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് these industries are engaged in producing goods through processing raw materials and thus creating forms utilities. They brings out diverse finished products that we consume or use enough the conversion of raw materials or partly finished material. അതായത് പ്രോസസ്സിങ്ങിലൂടെ, അതായത് റോ മെറ്റീരിയൽസ് കൊണ്ടുപോയി അത് പല പ്രോസസ്സിലൂടെ കൊണ്ടുവന്ന് ഒന്നില്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സായിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നതിനെയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ പറയുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ്ങിൽ തന്നെ 4 തരത്തിൽ തരംതിരിക്കുന്നുണ്ട്. അതാണ് ഒന്ന് അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വിച്ച് അനലൈസസ് ആൻഡ് സെപ്പറേറ്റ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഫ്രം ദ സെയിം മെറ്റീരിയൽ ഇൻ ദി കേസ് ഓഫ് ഓയിൽ റിഫൈനറി. അതായത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസംസ്കൃത വസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഭാഗത്തിൽ നിന്നും എന്ത് ചെയ്യും, ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് എണ്ണ ശുദ്ധീകരണശാല എന്ന് പറയുന്നത്. ഒരു അസംസ്കൃത വസ്തുവിൽ നിന്നും ഒരുപാട് എണ്ണം ഉണ്ടാക്കും, ഒരുപാട് പ്രൊഡക്റ്റ്. അതാണ് അതിന് ഉദാഹരണമാണ് എണ്ണ ശുദ്ധീകരണശാല എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി വിച്ച് കമ്പൈൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻടു എ ന്യൂ പ്രൊഡക്റ്റ് ആസ് ദ ഇൻ കേസ് ഓഫ് സിമെൻറ്റ്. അതായത് ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാവും, ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും, ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. അങ്ങനെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീനെയാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത മൂന്നാമതായി പറയുന്നതാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വിച്ച് ഇൻവോൾവ് സക്സസീവ് സ്റ്റേജസ് ഫോർ മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ആസ് ഇൻ കേസ് ഓഫ് ഷുഗർ ആൻഡ് പേപ്പർ. അതായത് കുറേ അസംസ്കൃത വസ്തുക്കളെ എന്ത് ചെയ്യുന്നു, വിവിധ ഘട്ടങ്ങളിലൂടെ പുതിയൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, വിവിധ ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ വിവിധ പ്രോസസ്സിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഫിനിഷ്ഡ് ഗുഡ്സിനെ പുതിയൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. അതിന് ഉദാഹരണങ്ങളാണ് ഷുഗർ, അതുപോലെ പേപ്പർ എന്നിവ. അടുത്തത് പറയുന്നത് അസംബ്ലിംഗ് ഇൻഡസ്ട്രി വിച്ച് assembles different components part to make a new product as in case of television, car, computer, etc. അതായത് പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള നിർമ്മാണത്തെയാണ് എന്തു പറയുന്നത്, അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ടെലിവിഷൻ, കാറ്, അതുപോലെ കമ്പ്യൂട്ടർ. കാരണം ഇതിൻ്റെ എല്ലാം കമ്പോണൻസ് വേറെ
രീതിയിലാണ് ഉണ്ടാവുക. അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടർ, അതുപോലെ ടെലിവിഷൻ, അതുപോലെ കാറ് എന്നിവ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് മാനുഫാക്ചറിൻ്റെ 4 ടൈപ്സുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ 4 ടൈപ്സ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. നേരത്തെ നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഇൻഡസ്ട്രിയിലത്തെ രണ്ടാമത്തതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് ഒന്നുമില്ല, വേറൊന്നുമില്ല, നമ്മൾ കൺസ്ട്രക്ഷൻ, അതായത് ബിൽഡിങ്സ്, റോഡ്സ്, ബ്രിഡ്ജസ്, ഡാംസ്, ഇതൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു മേഖല, അതിനെയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിൽഡിങ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുക, ബ്രിഡ്ജസ് ചെയ്യുക, റോഡ് ചെയ്യുക, ഡാം ചെയ്യുക, ഇതൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന മേഖലയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞാൽ ട്രഷറി, അതായത് തൃതീയ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ തൃതീയ മേഖല എന്ന് വേണമെങ്കിൽ പറയാം. തൃതീയ മേഖല എന്ന് പറയുന്നത് ഈ പ്രാഥമിക മേഖല, അല്ലെങ്കിൽ പ്രൈമറി ഇൻഡസ്ട്രീനെയും സെക്കൻഡറി ഇൻഡസ്ട്രീനെയും കൂടെ കൂട്ടിച്ചേർക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ട ആക്ടിവിറ്റീസുകൾ നടത്തുന്നതിനെയാണ് എന്തു പറയുന്നത്, ടെർഷറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, എന്താ, പ്രാഥമിക മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നും സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ടെർഷറി ഇൻഡസ്ട്രി വഴിയാണ്. അതാണ് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ പിന്നെ ബാങ്കിങ്, അതൊക്കെ വേറെ രീതിയിൽ വരുന്നതാണ്. ബാങ്കിങ്, ഇൻഷുറൻസ്, ഇതൊക്കെ ആ ഒരു വെയർഹൗസ്, ഈ കമ്മ്യൂണിക്കേഷൻ, പാക്കേജിങ്, അഡ്വർടൈസ്മെൻറ്റ്, ഇതൊക്കെ വരുന്നത് എന്താണ്, ടെർഷറി ഇൻഡസ്ട്രീസിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റത്തെ ഇൻഡസ്ട്രി എന്ന് പറയുന്ന മേഖലയിൽ വരുന്നത്. അടുത്തതായി പറയുന്നത് കൊമേഴ്സ് ആണ്. കൊമേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ 2 ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്. കൊമേഴ്സ് എന്ന് പറയുന്നത് മലയാളത്തിൽ വാണിജ്യം എന്നാണ് അർത്ഥം. അപ്പോൾ 2 തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് കൊമേഴ്സിലുള്ളത്. ഒന്ന് ട്രേഡ്, ഒന്ന് ആക്സിലറി ട്രേഡ്. അതായത് ട്രേഡ് എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ്, അതായത് വിൽക്കലും വാങ്ങലും, അതായത് ഗുഡ്സുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഇനി ആ വിൽക്കലിനെയും വാങ്ങലിനെയും സഹായിക്കുന്ന കുറച്ച് അനുബന്ധ ഘടകങ്ങളുണ്ട്, അതിനെയാണ് ആക്സിലറീസ് ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സാധനം, ഒരു ഗുഡ്സ് വാങ്ങാനും വിൽക്കാനും അതിനെ സഹായിക്കുന്ന കുറേ അനുബന്ധ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇൻഷുറൻസ്, പാക്കേജിങ്, വെയർഹൗസിങ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിന് സഹായിക്കുന്നുണ്ട് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയാണ് ആക്സിലറീസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്സിലറീസ് ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക, കൺസ്യൂമർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വഴി എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൺസ്യൂമേഴ്സിനെ സാധനങ്ങൾ കൊണ്ട് എത്തിക്കുകയാണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജിൻ്റെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെയർഹൗസിങ് എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു ആക്സിലറി ആക്ടിവിറ്റി ആയിട്ട് വെയർഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൊമേഴ്സിൻ്റെ ആക്ടിവിറ്റി, അല്ലെങ്കിൽ കൊമേഴ്സിൻ്റെ 2 ടൈപ്സ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒന്ന് ട്രേഡ്, അതുപോലെ തന്നെ രണ്ടാമതായി പറയുന്നത് ആക്സിലറി ട്രേഡ് എന്നാണ്. അടുത്തത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2014 സെപ്റ്റംബർ 25 മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടിനാഷണൽ കമ്പനീസിനും അതുപോലെ നമ്മൾ ഇന്ത്യൻ കമ്പനീസിലും അവരുടെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ, മാനുഫാക്ചർ ചെയ്യാൻ ഉള്ളൊരു അനുമതിയാണ് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് സെപ്റ്റംബർ 2014 സെപ്റ്റംബർ 25, 2014
ആ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ചില കമ്പനീസിന് മാത്രമേ അതിന് അനുമതി കൊടുത്തിട്ടുള്ളൂ. 24 കമ്പനീസിനാണ് അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അവിടെ അനുമതി കൊടുത്ത ആ കമ്പനീസിൻ്റെ പേര് ഇവിടെയുണ്ട്, അതൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. അടുത്തതായി പറയുന്നത് ട്രേഡിനെ കുറിച്ചിട്ടാണ് വിശദീകരിച്ച് പറയുന്നത്. ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുഡ്സ് വിൽക്കലും വാങ്ങുകയും ചെയ്യുന്നതിനെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരുപാട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഗുഡ്സ് ഉണ്ടാക്കുക, അത് വിൽക്കുക, അതിലൂടെ പ്രോഫിറ്റ് മേക്ക് ചെയ്യുക, ഇതാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ എക്സ്റ്റേണൽ പരമായിട്ടും അല്ലെങ്കിൽ ഫോറിൻ ട്രേഡും അങ്ങനെ ഒരുപാട് ട്രേഡുകളുണ്ട്. ശരിക്കും ഫോറിൻ ട്രേഡ്, ഇൻറ്റേർണൽ ട്രേഡ്, അങ്ങനെ ഒരുപാട് ട്രേഡുകളുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക, അതുപോലെ ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്നും നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ട്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രേഡിൽ പറയുന്ന മെയിനായിട്ടുള്ള പോയിൻറ്റ്സ്. അടുത്തത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറീൻ്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആക്സിലറി ട്രേഡിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആക്സിലറി ആയിട്ട്. അതായത് ഒന്നാമതായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം. അതായത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് താഴെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും ഉണ്ടാക്കിയ ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എവിടെയോ ഉണ്ടാക്കിയ ഒരു ഷുഗർ നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിൻ്റെ. കാരണം എവിടെയോ ഉണ്ടാക്കിയ ഏതൊരു സംസ്ഥാനത്ത് ഉണ്ടാക്കിയ ഷുഗർ നമ്മൾ ഇന്ത്യയിൽ മുഴുവനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മെയിനായിട്ടൊരു ഒബ്ജക്റ്റാണ്. ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. പണ്ട് മുതൽ തന്നെ റോഡ് വഴിയും അതുപോലെ സമുദ്രം വഴിയോ ഒക്കെ ഒരുപാട് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടിൻ്റെ കൂടെ തന്നെ വേണം, കമ്മ്യൂണിക്കേഷനും കൂടെ വേണം. കമ്മ്യൂണിക്കേഷനും കൂടി ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അത് പൂർണ്ണതയിൽ എത്തുള്ളൂ. കമ്മ്യൂണിക്കേഷൻ്റെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സിനെ ആ സാധനങ്ങളെക്കുറിച്ചോ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുക. അപ്പോൾ ടെലിഫോൺ വഴിയോ മറ്റ് ഇൻ്റർനെറ്റുകൾ വഴിയോ അങ്ങനെ എന്ത് വഴിയായാലും ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അതാണ് ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ കൂടെ തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ്റെയും ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആക്സിലറി ട്രേഡിൽ വരുന്ന ഒന്നാമത്തെ ഘടകമാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമതായി പറയുന്നതാണ് ബാങ്കിങ് എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാനും അതിനോടനുബന്ധിച്ച് ഒരുപാട് പണച്ചെലവുകൾ വേണം. അപ്പോൾ അത് സഹായിക്കുന്നത് ഈ ബാങ്കിങ്ങും മറ്റ് ഫിനാൻഷ്യൽ അതോറിറ്റീസുമാണ്. അപ്പോൾ ഇതാണ് ബാങ്കിങ് എന്ന് പറയുന്ന സംഭവം. അതായത് മെയിനായിട്ടൊരു ഘടകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ചെലവുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ ക്രെഡിറ്റ്, ലോൺസ്, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ കയ്യിൽ കുറേ പൈസ ഉണ്ടായിട്ടായിരിക്കില്ല എല്ലാവരും ബിസിനസ്സിൽ തുടങ്ങുക. ഇപ്പോൾ ലോൺ എടുത്തിട്ട് അതുപോലെ അങ്ങനെ പല രീതിയിലും ആയിരിക്കും ഒരു ബിസിനസ് തുടങ്ങുക. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പം വേണം, പൈസ കൊടുക്കാനുള്ള അതോറിറ്റീസ് അല്ലെങ്കിൽ സംഘടനകൾ ഉണ്ടാവണം. അതാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന സംഭവം. അടുത്തത് പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൽ എപ്പോഴും ഇൻവോൾവ് ആയിട്ടൊരു സംഭവമാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസ്കിന് മേലെ
കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് എന്ത് പറയുന്നത്, ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഫയർ അല്ലെങ്കിൽ തെഫ്റ്റ്, അതുപോലെ അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ്, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ അതൊരു പരിധിവരെ ഈ ഓണേഴ്സിന് ഒരു സഹായകമായിട്ട് മാറും. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. എന്താണ്? ഇൻഷുറൻസ് ആണ് മൂന്നാമത്തെ ഘടകം. അടുത്തതായി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയർ ഹൗസിങ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയർ ഹൗസിങ് എന്ന് പറയുന്നത് ഇപ്പം ഉണ്ടാക്കിയ എല്ലാ ഉൽപ്പന്നങ്ങളും വിറ്റഴിഞ്ഞ് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് ബാക്കിയാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ വിൽക്കാൻ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ട് വരും എവിടെയെങ്കിലുമൊക്കെ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് ഡാമേജ് ആവാണ്ടും അല്ലെങ്കിൽ അങ്ങനെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് വെക്കണമെങ്കിൽ അതിന് സഹായിക്കുന്ന ഒന്നാണ് വെയർ ഹൗസിങ് എന്ന് പറയുന്നത്. അതായത് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ടു പ്രിവെൻറ്റ് ലോസ് ഓർ ഡാമേജ്. വെയർ ഹൗസ് ഹെൽപ്സ് ടു ദിസ് ഐറ്റം. അതായത് എന്താ പറയുന്നത്, സ്പെഷ്യലായിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഡാമേജിൽ നിന്നും അതായത് ലോസിൽ നിന്നും തടയാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ് എന്ത് പറയുക, വെയർ ഹൗസ് എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് നമ്മൾ ഇന്ന് ടി വിയിലും അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതില്ലാതെ എന്തില്ല, ഒരു ബിസിനസ്സിന് നിലനിൽപ്പില്ല അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാണ്ട്. കാരണം ഒരു കൺസ്യൂമറിന് ഇപ്പോൾ ഒരു മാനുഫാക്ചർ എന്ന് പറയുന്നത് എവിടെയോ ഉള്ളൊരു മാനുഫാക്ചർ ആയിരിക്കും. അപ്പോൾ അവർക്ക് നേരിട്ടൊരു കസ്റ്റമേഴ്സിനെ ബന്ധപ്പെടാനോ അവർക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചു കൊടുക്കാനോ പറ്റില്ല. അപ്പോൾ അത് അറിയിച്ചു കൊടുക്കാൻ ഒരു മീഡിയേറ്റർ പോലെയാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വില, അതുപോലെ അതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ്, അതുപോലെ അതിൻ്റെ പൊട്ടൻഷ്യൽ, അത് എത്രമാത്രം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും, അങ്ങനെയുള്ള എല്ലാ പ്രമോഷനാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു പ്രമോഷൻ, അതാണ് ശരിക്കും അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാണ്ട് ഒരിക്കലും ഒരു ബിസിനസ്സിന് നിലനിൽപ്പ് ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് കൊമേഴ്സിൻ്റെ രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ട്രേഡാണ്. ട്രേഡിലുള്ളതാണ് ട്രേഡ് പറഞ്ഞു. ട്രേഡ് കഴിഞ്ഞിട്ടുള്ളതാണ് ആക്സിലറി ട്രേഡ്. അപ്പോൾ ഇത്രയുമാണ് കൊമേഴ്സിൽ വരുന്നത്. അടുത്തത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതായത് പ്രോഫിറ്റ് മേക്കിങ്ങിലൂടെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതാണ് ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. കാരണം സൊസൈറ്റിക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ജനങ്ങളും ഒരിക്കലും അവരുടെ പ്രൊഡക്റ്റ് വാങ്ങാനോ അവരുടെ ഇതിന് നിൽക്കാനോ ജനങ്ങളും തയ്യാറാവില്ല. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്കാണ്. അപ്പോൾ സൊസൈറ്റിയുടെ സാറ്റിസ്ഫാക്ഷനും അതിൻ്റെ ടേസ്റ്റും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റ് മാക്സിമം ഏൺ ചെയ്യുക എന്ന രീതിയിലാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ പ്രൈമറി എന്ന് പറയുന്നത് അതാണ്. ഇനി അതുകൂടാതെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ബിസിനസ്സിന്. അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേതായി പറയുന്നത് മാർക്കറ്റ് സ്റ്റാൻഡിംഗ് ആണ്. മാർക്കറ്റ് സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് അതായത് മാർക്കറ്റിൽ നിലനിൽക്കാനുള്ള ഒരു കഴിവ്. അതായത് ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരേ പ്രൊഡക്റ്റ് വിൽക്കുന്നത് ഒരു സ്ഥാപനം മാത്രമായിരിക്കില്ല, ഒരുപാട് പേരുണ്ടാവും.
അപ്പോൾ അവരോടനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അതേ രീതിയിൽ അല്ലെങ്കിൽ അവരോട് കിടപിടിക്കുന്ന രീതിയിൽ ആ മാർക്കറ്റിൽ നിന്ന് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇതായിരിക്കണം അതിനുണ്ടാവേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് എന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റാൻഡിങ് ആണ്. അതായത് മാർക്കറ്റിൽ സ്റ്റെബിലിറ്റി, മാർക്കറ്റിൽ നിലനിൽക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഒന്നാമത്തതായിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമതായിട്ട്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇന്നോവേഷനാണ്. അതായത് ഒരു ബിസിനസ്സിൽ ഇന്നോവേഷൻ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള സ്കില്ലും അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ ബിസിനസ് വളരില്ല, ഒരിക്കലും. കാരണം കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും അവരുടെ പ്രിഫറൻസും എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ അവരുടെ എന്ത് സേവനമാണോ അവർ കൊടുക്കുന്നത് ആ സേവനത്തിനും അതിൻ്റേതായ ഇന്നോവേഷൻസ് കൊണ്ടുവന്നില്ലെങ്കിൽ അവരുടെ ബിസിനസ് തകരും. അതാണ് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നോവേഷനാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമതായി വരുന്നത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി ഈസ് അസർട്ടൈൻഡ് ബൈ കമ്പയറിംഗ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വിത്ത് വാല്യൂ ഓഫ് ഇൻപുട്ട്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ഒരു എന്താ പറയുക വാല്യൂ, ആ രണ്ടും കമ്പയർ ചെയ്തതിൻ്റെ ഒരു ഇതാണ് എന്ത് പറയുന്നത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെഷർ ഓഫ് എഫിഷ്യൻസി. അതായത് എഫിഷ്യൻസിയിൽ ഉണ്ടാകുന്ന ഒരു കഴിവിനെയാണ് ശരിക്കും പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു എൻഷുർ കണ്ടിന്യൂസ് സർവൈവൽ ആൻഡ് പ്രോഗ്രസ് എവറി എൻ്റർപ്രൈസ് മസ്റ്റ് എയിം അറ്റ് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ത്രൂ ദ ബെസ്റ്റ് യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അതായത് ഏതൊരു എൻ്റർപ്രൈസും കരുതുന്നത് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം, അതായത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. കഴിവ്, ശരിക്കും അതാണ് ഏറ്റവും വലിയ ഒരു മെയിൻ ഉദാഹരണമായിട്ട് പറയുന്നത്. കഴിവ് വെച്ചുകൊണ്ട് അവർ കിട്ടിയത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അവർ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പറയുന്നത് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അതായത് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സംബന്ധിച്ചിട്ട് എന്താണ് പ്ലാന്റ്, മെഷീനറി, ഓഫീസ്, ബിൽഡിങ് ഇതെല്ലാം ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ്. അപ്പോൾ ഫിസിക്കൽ റിസോഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഫിസിക്കൽ. ഇതും അത്യാവശ്യമായിട്ട് അവർക്ക് വേണ്ടതാണ് ഇതൊക്കെ. അതുമാത്രമല്ല ഫിനാൻഷ്യൽ റിസോഴ്സും വേണം. ഇപ്പം ഈ റോ മെറ്റീരിയൽസ് അതെല്ലാം വാങ്ങിക്കാൻ എന്ത് വേണം, ഫിനാൻഷ്യലും വേണം. അപ്പോൾ ഫിസിക്കലും വേണം, ഫിനാൻഷ്യലും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പിന്നത്തെ അവരുടെ ലക്ഷ്യം. ബിൽഡിങ് അതൊക്കെ എന്തായാലും വേണ്ടതാണ്. ഒരു ഓഫീസ് തുടങ്ങാൻ ബിൽഡിങ് ഇല്ലാതെ പറ്റില്ലല്ലോ. അതുപോലെ ആ ഓഫീസിന് എന്ത് വേണം, മെഷീൻസ് വേണം, അതുപോലെ തന്നെ എല്ലാ പ്ലാൻസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതും അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ അതും ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ അതും ഉണ്ടാക്കിയെടുക്കുക എന്നാണ് പറയുന്നത്. അടുത്തതായി പറയുന്നത് പ്രോഫിറ്റ് ഏണിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഈ ബിസിനസ് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഈ പ്രോഫിറ്റ് ഏണിങ്ങിനെ കുറിച്ചിട്ട് ഉറപ്പായിട്ടുണ്ടാവും. കാരണം ബിസിനസ്സിന് ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ എല്ലാത്തിലും പ്രോഫിറ്റ് ഏണിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതിൽ പറയുന്നത് പ്രോഫിറ്റ് ഏണിങ്ങിനെ കുറിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എല്ലായിടത്തും അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. മാക്സിമം അതായത് എന്താ പറയുക, സൊസൈറ്റിക്ക് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നാണ് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമതായി അല്ലെങ്കിൽ അടുത്തതായി പറയുന്നത് എന്താണ്, മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, നല്ല എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു മാനേജേഴ്സ് ആയിരിക്കണം. കാരണം എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്യാനും അതിന് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനും
പറ്റുന്ന ഒരു മാനേജേഴ്സ് ആയിരിക്കണം ആ ഒരു ബിസിനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാണ്ട് സ്ലീപ്പിംഗ് മാനേജേഴ്സ്, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് മാനേജേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മാനേജ് പെർഫോമൻസ് നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ് സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. അടുത്തതായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്കർ പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അടുത്തതായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവരുടെ എംപ്ലോയേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വർക്കിംഗ് കണ്ടീഷൻ, നല്ലൊരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക. അപ്പോൾ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്തായിരിക്കും, അവർക്ക് ആ കമ്പനിയോട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സ്ഥാപനത്തോട് എന്തുണ്ടാവും, ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. കാരണം തനിക്ക് ജോലി തരുന്ന ഒരു സ്ഥാപനത്തോട് എന്തുണ്ടാവും, ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അതുവഴി ആ കമ്പനിക്ക് ഉയർച്ച ഉണ്ടാവാനും സാധിക്കും. അപ്പോൾ വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, പരമാവധി ഒരു നല്ല ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക. അതാണ് അവർക്ക് എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. അതാണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. പിന്നെ അടുത്തത് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഞാൻ പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയിലാണ് ഒരു സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പോൾ സോഷ്യൽ പരമായിട്ടുള്ള എല്ലാ ഇൻവോൾവും അതിലുണ്ടാവുകയും ചെയ്യും ആ ബിസിനസ് സ്ഥാപനത്തിൽ. അപ്പോൾ സൊസൈറ്റീനെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനത്തിന് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് എവറി ബിസിനസ്. അതാണ് പറയുന്നത്. അപ്പോൾ സോഷ്യലിനോട് എന്ത് വേണം, ഒരു റെസ്പോൺസിബിലിറ്റി വേണം. അവരുടെ ടേസ്റ്റും അവരുടെ പ്രോബ്ലംസും അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് വേണം ഒരു ബിസിനസ്സിന് നിലനിൽപ്പ് ഉണ്ടാവാൻ. അപ്പോൾ ഇത്രയുമാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ബിസിനസ് റിസ്കിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. എന്താണ് ബിസിനസ് റിസ്ക്? എല്ലാ ബിസിനസ്സിലും എന്തുണ്ടാവും, റിസ്കുകൾ ഉണ്ടാവും. ആ റിസ്കുകൾ ഇല്ലാത്ത ഒരു ബിസിനസ്സും ഈ ലോകത്ത് ഇല്ല. അപ്പോൾ റിസ്കുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. 2 ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്പെക്കുലേറ്റീവ് ആൻഡ് പ്യുവർ എന്ന രീതിയിലാണ് റിസ്കുകൾ തരംതിരിച്ചിട്ടുള്ളത്. സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. അതാണ് സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെക്കുലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നഷ്ടം ഉറപ്പായിരിക്കും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല നഷ്ടം. അങ്ങനത്തെ ഒരു രീതിയിലാണ് സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ച് ആവുക. ചിലപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ച് ആവും. അതുപോലെ ഫ്ലക്ച്വേഷൻ ഇൻ ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ പിന്നെന്താണ്, ചേഞ്ച് ഇൻ പ്രൈസ്, പിന്നെ ചേഞ്ച് ഇൻ ഫാഷൻ ആൻഡ് ടേസ്റ്റ്. അതൊക്കെയാണ് സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്നത്. സ്പെക്കുലേറ്റീവ് റിസ്ക് അതായത് പെട്ടെന്നുണ്ടാവുന്ന മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ചസ്, അതുപോലെ തന്നെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസ്, പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫാഷനിലും ടേസ്റ്റുകളിലും ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. ഇതൊക്കെ എന്താണ്, സ്പെക്കുലേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഉണ്ടായി നഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥ. അപ്പോൾ പ്യുവർ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, പ്യുവർ റിസ്ക് എന്ന് പറയുന്നത് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നഷ്ടം ഉറപ്പാണ്, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവാറ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. ഉണ്ടായി അത്രയേ ഉള്ളൂ. ഉണ്ടായ നഷ്ടം ഉറപ്പായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്, തെഫ്റ്റ്, സ്ട്രൈക്ക്, ഫയർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായി അത്രയേ ഉള്ളൂ. പക്ഷെ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ചേഞ്ച്, അതുപോലെ ഫാഷൻ, ടേസ്റ്റ്, അതെന്തായാലും ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ്. അതെന്തായാലും എന്ത് ചെയ്യും, ഒരു കാലത്ത് എന്താ പറയുക, ആ ഒരു സ്പെക്കുലേറ്റീവ് റിസ്ക് എന്തായാലും ആ ഒരു കമ്പനി നേരിടേണ്ടതാണ്.
കാരണം കാലത്തിനനുസരിച്ച് എന്തായാലും ജനങ്ങളും അല്ലെങ്കിൽ സൊസൈറ്റിയും മാറാതിരിക്കില്ല. അപ്പം എന്തായാലും എന്താവും, ആ ഒരു റിസ്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും. പക്ഷെ പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഉണ്ടാവും ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമാണ് പ്യുവർ റിസ്ക്. ഉണ്ടായാൽ ഉറപ്പായിട്ടും നഷ്ടം ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്താണ്, നഷ്ടവും ഉണ്ടാവില്ല ലാഭവും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നഷ്ടവും ഉണ്ടാവില്ല ലാഭവും ഉണ്ടാവില്ല. അങ്ങനെയാണ് പ്യുവർ റിസ്ക് എന്ന് പറയുന്നത്. കാരണം തെഫ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ലാഭം ഉണ്ടാവില്ല, നഷ്ടമായിരിക്കും. പക്ഷെ സംഭവിച്ചിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് ലാഭവും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, അതാണ് എന്ത് പ്യുവർ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരം റിസ്ക്കാണ്, ഒന്ന് സ്പെക്കുലേറ്റീവ്, ഒന്ന് പ്യുവർ. അപ്പോൾ ഇതാണ് സ്പെക്കുലേറ്റീവും പ്യുവറും എന്ന് പറഞ്ഞ റിസ്ക്കുകൾ. അടുത്തതായി പറയുന്നത് വെച്ചാൽ നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക് ആണ്. അതിൻ്റെ റിസ്കിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം, നേച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് റിസ്ക് അറൈസ് ടു ഡ്യൂ ടു അൺസെർട്ടനിറ്റീസ്. അതായത് ബിസിനസ്സിൽ എപ്പോഴും റിസ്ക് ഉണ്ടാവും. അത് അൺസെർട്ടനിറ്റിയാണ്. ചിലപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ദി ഡിമാൻഡ് പ്രൈസ്, അങ്ങനത്തെ ഉള്ള ചേഞ്ചസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസികളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്ത് റിസ്കുകൾ ഉണ്ടാവുന്നത്. പക്ഷെ ഒരിക്കലും റിസ്കിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, ഒരിക്കലും. അപ്പോൾ അതാണ് പറയുന്നത്, ഒന്നാമതായി പറയുന്നത്. രണ്ടാമതായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ബിസിനസ്സിലെയും ഒരു പാർട്ടാണ്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ തോത് ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല. എല്ലാ ബിസിനസ്സിലും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ റിസ്ക് എന്ന് പറയുന്ന സംഭവം. അതൊരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, ഒരിക്കലും. അപ്പോൾ ബിസിനസ്സിൻ്റെ എന്താ പറയുക, പ്രവർത്തനത്തിന് ഓരോ ബിസിനസ്സിലും എന്തായിരിക്കും, വ്യത്യസ്ത രീതികളിലായിരിക്കും റിസ്കുകൾ ഉണ്ടാവുക. എല്ലാ ബിസിനസ്സിനും ഒരേ രീതിയിലായിരിക്കില്ല എന്തുണ്ടാവുക, റിസ്ക് ഉണ്ടാവുക. ഓരോ ബിസിനസ്സിനും അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് എന്തായിരിക്കും, വ്യത്യസ്ത രീതികളിലായിരിക്കും അതിൻ്റെ റിസ്ക് ഉണ്ടാവുക. അതാണ് രണ്ടാമതായി പറയുന്നത്. മൂന്നാമതായി പറയുന്നത് ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ റിസ്ക് തീരുമാനിക്കുന്ന അതിൻ്റെ നേച്ചർ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ അതായത് അത് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എത്രമാത്രം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിപണനം നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ റിസ്ക് ഉണ്ടാവുക. ബിസിനസ്സിൽ നേച്ചറും അതിൻ്റെ സൈസും നോക്കിയിട്ടാണ് അതിൻ്റെ റിസ്ക് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് വിപണനവും ഒരുപാട് ഉൽപ്പാദനവും ഒക്കെ നടക്കുന്നൊരു ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ സംബന്ധിച്ച് റിസ്കുകൾ ഉണ്ടാവും. ലാർജ് സ്കെയിലായിട്ടുള്ള റിസ്ക് ആയിരിക്കും അത് നേരിടേണ്ടി വരിക. അടുത്തത് പറയുന്നത് എന്താണ്, അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ഈസ് റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. അപ്പോൾ ഏതൊരു ബിസിനസ്സിനും റിസ്ക് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. റിസ്ക് എടുക്കാതെ എന്ത് ചെയ്യുക, റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് എന്ന രീതിയിലുള്ളൊരു ബിസിനസ് ആണെങ്കിൽ എന്തുണ്ടാവില്ല, ആ ബിസിനസ്സിന് ഒരിക്കലും എന്തുണ്ടാവില്ല, പ്രോഫിറ്റും ഉണ്ടാവില്ല. റിസ്ക് ടേക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എന്തായിരിക്കും, ഉറപ്പായിട്ടും ആ ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ലഭിക്കും. റിസ്ക് എടുക്കണം, എപ്പോഴും റിസ്ക് എടുത്താൽ മാത്രമേ അതിന് പ്രോഫിറ്റ് ലഭിക്കുകയുള്ളൂ. ഹൈ റിസ്ക് എടുത്താൽ ഹൈ പ്രോഫിറ്റ് ലഭിക്കും, അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്നത് ഇനി കോസസ് ഓഫ് ബിസിനസ് റിസ്ക്, കാരണങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് എന്താണ്, നേച്ചുറൽ കോസസ് ആണ്. അതായത് ഇപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും തടയാൻ പറ്റില്ല, നേച്ചർ പരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് റിസ്ക് ഉണ്ടാവുന്നതെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നിയന്ത്രിക്കാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് പറയുന്നത് ഫ്ലഡ്, എർത്ത് ക്യുക്ക്, ലൈറ്റനിങ്, ഹെവി റെയിൻ, ഫേമിൻ, അതുപോലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതാണ് എന്ത്
നേച്ചുറൽ കോസസ് എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നതാണ് എന്ത്? ഹ്യൂമൻ കോസസ്. ഹ്യൂമൻ കോസസ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യപരമായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. ഡിസ്ഹോണസ്റ്റി, കെയർലെസ്, നെഗ്ലിജൻസ് ഓഫ് എംപ്ലോയീസ്, സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ഡ്യൂ ടു പവർ ഫെയിലിയർ, സ്ട്രൈക്ക്, അതുപോലുള്ള കാരണങ്ങളുമുണ്ട്. അതായത് എന്താ പറയുക, പ്രത്യേകിച്ച് എന്തില്ല, ഒരു ശ്രദ്ധയില്ലാണ്ട് ചിലപ്പോൾ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ ഉള്ള ആൾക്കാരുണ്ടോ എംപ്ലോയേഴ്സ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അറിവില്ലാത്തത് കൊണ്ട്. അങ്ങനെയൊക്കെ കൊണ്ട് എന്ത് ചെയ്യുക, ചിലപ്പോൾ റിസ്ക്കുകൾ, നഷ്ടങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതൊക്കെ ഹ്യൂമൻ കോസസ് ആണ്. അതൊക്കെയാണ് എന്ത് പറയുന്നത്, അടുത്ത കാരണങ്ങളായിട്ട് പറയുന്നത്. മൂന്നാമതായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് കോസസ് ആണ്. എക്കണോമിക് കോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോമ്പറ്റീഷൻ, പ്രൈസ് കളക്ഷൻ ഓഫ് ഡ്യൂ ഫ്രം ദി കസ്റ്റമേഴ്സ്, ചേഞ്ചസ് ഓഫ് ടെക്നോളജി ഓർ മെത്തേഡ്, അങ്ങനെയുള്ള കാരണങ്ങൾ. അതായത് എക്കണോമിക്, അതായത് കോമ്പറ്റീഷൻ ഉണ്ടാവാം. ചിലപ്പോൾ ആ മേഖലയിൽ തന്നെ കോമ്പറ്റീഷൻ, ബിസിനസ്സിൻ്റെ ആ മേഖലയിൽ തന്നെ എന്തുണ്ടാവും, ഒരുപാട് കോമ്പറ്റേറ്റേഴ്സുമായിട്ട് എന്തുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവർ ആ ഒരു പ്രശ്നം കൊണ്ടുണ്ടാവാം. അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസും ടേസ്റ്റുകളും ഫാഷനും ഇതൊക്കെ ചേഞ്ചസ് ആവുന്നതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്ത് എക്കണോമിക്കൽ കോസസ് ആയിട്ട് വരുന്നത്. അടുത്തത് വരുന്നത് അതർ കോസസ് ആണ് വരുന്നത്. അതർ കോസസിൽ വരുന്നത് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അതർ കോസസിൽ വരുന്നത്. പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെക്കാനിക്കൽ ഫെയിലേഴ്സ്, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് അതർ കോസസിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു ബിസിനസ്സിൻ്റെ റിസ്കിലുണ്ടാവുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്. ഹ്യൂമൺ ആയിട്ടുണ്ടാവും, നേച്ചറായിട്ടുണ്ടാവും, അതുപോലെ തന്നെ അതറായിട്ടുണ്ടാവും, എക്കണോമിക്കൽ പരമായിട്ടും ഉണ്ടാവും. ഇനി ഒരു ബിസിനസ് തുടങ്ങാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഘട്ടങ്ങൾ, അതാണ് നമ്മളിനി പറയുന്നത്. ഒന്നാമതായി പറയുന്നത് സെലക്ഷൻ ഓഫ് ലൈൻ ബിസിനസ്. അതായത് നമ്മൾ ഏത് തരത്തിലുള്ള ബിസിനസ് തുടങ്ങണം, അതിൻ്റെ നേച്ചർ, ഏത് ടൈപ്പായിരിക്കണം ബിസിനസ് എന്നാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. ഏത് തരത്തിലുള്ള ബിസിനസ് ആയിരിക്കണം. അപ്പോൾ അത് അങ്ങനെ നമുക്കൊരു തീരുമാനം ഉണ്ട്, അതിനെക്കുറിച്ചിട്ട് ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് ടൈപ്പിലുള്ളത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനാവും. അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. രണ്ടാമതായി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഓഫ് ഫേം. അതായത് ലാർജ് സ്കെയിൽ വേണോ, സ്മോൾ സ്കെയിൽ വേണോ, അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ളത് വേണോ, അങ്ങനെ ഒരുപാട് സ്കെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം പിന്നെ രണ്ടാമതായി നമ്മൾ തീരുമാനിക്കേണ്ടത് സൈസ് ഓഫ് ദി ഫേം ആണ്. ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് സൈസിലുള്ള ഫേംസ് ആയിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. അതാണ് രണ്ടാമതായി പറയേണ്ടത്. അടുത്തത് പറയുന്നത് ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. അതായത് ഒരുപാട് ഫോംസ് ഉണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്, അതുപോലെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് കമ്പനീസ് ആയിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ പാർട്ട്ണറായിട്ടുള്ള കമ്പനിയാണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ അങ്ങനെ വേണോ, അതുമല്ല ഒറ്റയ്ക്ക് ഒരാൾ മാത്രം, ഒരു ഓണർ മാത്രം ഉള്ളത് തുടങ്ങണം. അതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കണോ കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് വേണ്ടത് എന്ന് നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ തീരുമാനിക്കണം. അടുത്തതായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നാലാമതായി പറയുന്നത് എന്താണ്, ലൊക്കേഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. എവിടെ നമ്മൾ ബിസിനസ് തുടങ്ങണം, നമുക്ക് എവിടെ തുടങ്ങും, പ്ലേസ് ഈസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതാണ് പറയുന്നത്. കാരണം നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിൻ്റെ ഒരു പ്ലേസ്, എന്നാൽ മാത്രം ചിലപ്പോൾ ആ ബിസിനസ്സിൻ്റെ പ്ലേസും എന്താണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം എന്താണ്, കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന പ്ലേസുകളായിരിക്കണം ശരിക്കും തുടങ്ങേണ്ടത്. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നതും എന്താണ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നാണ് പറയുന്നത്.
ലൊക്കേഷൻ. അടുത്തത് പറയുന്നത് എന്താണ്? ഫിനാൻസ് ആൻഡ് പ്രൊപ്പോസിഷൻ. അതായത് നമുക്ക് മൂലധനം, നമുക്ക് എന്ത് വേണം? ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം മാത്രം പോരാ, എന്തു വേണം? ക്യാപിറ്റലും വേണം അല്ല. അത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ കിട്ടാനുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉറവിടം, അതൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം ബിസിനസ് തുടങ്ങാൻ. അപ്പോൾ അഞ്ചാമതായി പറയുന്നത് ഫിനാൻസിൻ്റെ കാര്യമാണ്. അഞ്ചാമതായിട്ട് പറയുന്നത് ക്യാപിറ്റൽ ശേഖരിക്കുക, മൂലധനം ശേഖരിക്കുക എന്നാണ് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് ഫിസിക്കൽ ഫെസിലിറ്റീസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിങ്, അതുപോലെ മെഷീൻസ്, അതുപോലെ ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സുമായിട്ടുള്ള കാര്യങ്ങൾ, അതും നമുക്ക് ബിസിനസ്സിൽ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലോ. ഏത് സൈസായിരിക്കണം, എവിടെയായിരിക്കണം തുടങ്ങേണ്ടത്, അതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചു. ആറാമതായി പറയുന്നത് ഫിസിക്കൽ ഫെസിലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു നേച്ചറും ഈ ഒരു കാര്യങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് വേണം? ഈ എക്യുപ്മെൻറ്റ്സ് നമ്മൾ തിരഞ്ഞെടുക്കണം. എക്യുപ്മെൻറ്റ്സ് അതായത് ഫിസിക്കൽ ഫെസിലിറ്റീസ് നമ്മൾ തിരഞ്ഞെടുക്കണം. അതാണ് ആറാമതായിട്ട് പറയുന്നത്. ഏഴാമതായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ലേഔട്ട്. അതായത് എന്താ പറയുന്നത്? ഫിസിക്കൽ ഫെസിലിറ്റീസ് ഹാസ് ഡിറ്റർമൈൻഡ് ദ എൻ്റർപ്രൈസ് ഷുഡ് ബി ഡ്രോ ലേഔട്ട് പ്ലാൻ ഷോയിങ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലേഔട്ട് മീൻസ് ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്. അതായത് ഓരോ സ്ഥലത്തും ഇന്നത് വെക്കണമെന്നുണ്ടാവുമല്ലോ. ഇപ്പം ഒരു ഫർണിച്ചർ വാങ്ങി അല്ലെങ്കിൽ ഒരു മിഷനറി വാങ്ങിച്ചു, അത് വെക്കേണ്ട സ്ഥലത്ത് തന്നെയല്ലേ വെക്കേണ്ടി വരുക. അല്ലാതെ അതിൻ്റെ സ്ഥാനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രയോജനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുപോലെ ആയിരിക്കണം. അതായത് കൃത്യമായിട്ടൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഫിസിക്കൽ ഫെസിലിറ്റീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, മെഷീനോ അല്ലെങ്കിൽ ഫേർണിച്ചറോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കൃത്യസ്ഥലത്ത് അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അടുത്ത ഘട്ടം അതാണ് എട്ടാമതായി പറയുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിറ്റൻ്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്. അതായത് നമ്മൾ എതിരാളികളെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ വെറുതെ പോയി തുടങ്ങിയതുകൊണ്ട് കാര്യമില്ല. നമുക്ക് എന്തുണ്ടാവണം? അവരുടെ കുറിച്ച്, നമ്മുടെ എതിരാളികളെ കുറിച്ചിട്ട് ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. അവരെക്കുറിച്ച് അവരെത്രമാത്രം കമ്മിറ്റഡ് ആണ് അവരുടെ ബിസിനസ്സിൽ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞാൽ ടാക്സ് പ്ലാന്. ഇതിൽ പറയുന്ന വർക്ക് ഫോഴ്സും കൂടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികളും കൂടി വരുന്നുണ്ട്. കോമ്പിറ്റൻറ്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്. തൊഴിലാളികളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് തൊഴിലാളികൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് അറ്റ്മോസ്ഫിയർ കൊടുക്കുക, പണിയെടുക്കാനും അവരോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഞങ്ങളുടേതും കൂടിയാണ്. ഞങ്ങൾക്ക് പണിയെടുത്താൽ മാത്രമേ അല്ലെങ്കിൽ തൊഴിൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ബിസിനസ് വളരുള്ളൂ. വളർന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് സാലറി കിട്ടൂ എന്നൊരു മനോഭാവം വളർത്തിയെടുക്കുക തൊഴിലാളികളിൽ. അപ്പോൾ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതാണ് ഇത് പറയുന്നത്. കോമ്പിറ്റൻ്റ് വേറെ ഉണ്ട്, അതുപോലെ തന്നെ ഈ വർക്ക്. ഇതിൽ പറയുന്ന പോയിന്റ് വർക്കേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നതും വേറെയാണ്. ഇത് വർക്കേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കൂടുതലായിട്ട്. അതായത് തൊഴിലാളികൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട അറ്റ്മോസ്ഫിയർ കൊടുക്കുക, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക, അതൊക്കെയാണ് ഇതിൽ പറയുന്ന പോയിന്റ്. അടുത്തത് വരുന്ന ടാക്സ്. അടുത്തത് വെച്ചാൽ ടാക്സ് പ്ലാനിങ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസും പോളിസികളും ഉണ്ടാവുമല്ലോ. എല്ലാ ബിസിനസ്സുകളും എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എത്ര മെമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ ഒരു വർഷത്തേക്ക് എത്ര ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് അതിനെക്കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടാക്കുക. അതാണ് അടുത്ത 9ാമതായിട്ട് പറയുന്നത്. ടാക്സ് പ്ലാനിങ് ആണ് 9ാമതായിട്ട് പറയുന്നത്. അടുത്തത് ലോഞ്ചിങ് ദ എൻ്റർപ്രൈസ്. എൻ്റർപ്രൈസ് എന്ത് ചെയ്യുക? ലോഞ്ച് ചെയ്യുക. ഇതൊക്കെ ഈ ഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൊഴിലാളികളായി എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യാവുന്നതാണ്. ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അപ്പോൾ ഇത്രയും ഫുൾഫിൽമെൻറ്റ്, ഫോർമാലിറ്റീസ്, ലീഗൽ പോളിസി ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ് ലോഞ്ച് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും അതുപോലെ സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒരു കമൻ്റ് ഉണ്ട്, അത് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം.